ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് കൊലയാളിയായ ഗോഡ്സെ എന്ന് പറയാൻ പേടി. തെരുവുകളിൽ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകർക്ക് മഹാത്മാഗാന്ധിയെ കൊന്നത് RSSകാരനായ ഗോഡ്സെയാണ് എന്ന് കൃത്യം പറയാൻ പേടി. 2014 മുമ്പ് ഈ പേടിയില്ല. 2014 മുമ്പ് ഈ പേടിയില്ലെന്ന് മാത്രമല്ല, ദേശാഭിമാനി പത്രത്തിൽ ഒന്നാം പുറത്ത് ഡൽഹി ലേഖകനായ M. പ്രശാന്ത് കേരളത്തിലും ഇന്ത്യയിലും ചുമരിലൊക്കെ ഒട്ടിക്കേണ്ട, സകല സ്ഥലത്തും പ്രചാരണം നടത്തേണ്ട മൗലികമായൊരു വസ്തുത പുറത്തു കൊണ്ടുവന്നു. ആ വസ്തുത എന്താണെന്നറിയോ? 1948 ജനുവരി 30 RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നു എന്നുള്ളതായിരുന്നില്ല അത്. മറിച്ച് 1947 ഡിസംബർ 8 ഡൽഹിയിലെ റോത്തക് റോഡിലുള്ള ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ച് RSSന്റെ പ്രധാന പ്രവർത്തകരുടെ ഒരു മീറ്റിങ്ങിൽ ഗോൾവൽക്കർ മഹാത്മാഗാന്ധിയെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചത് കർത്താർ സിംഗ് എന്നു പേരായ ഒരു CID ഓഫീസർ രേഖപ്പെടുത്തിയത് ഡൽഹിയിലെ ഇന്ത്യൻ ആർക്കൈവ്സിൽ രേഖയായിട്ടുണ്ട്. ആ രേഖ വെച്ചിട്ടാണ് M. പ്രശാന്ത് ഈ വാർത്ത പുറത്തുവിട്ടത്. ദേശാഭിമാനി പത്രത്തിൽ ഒന്നാം പുറത്ത് അച്ചടിച്ചു വന്നു. പക്ഷെ ഇടതുപക്ഷക്കാർ പോലും ഗോഡ്സെ എന്ന കൊലയാളി വർഗീയ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലാതെ 48 ഗോഡ്സെ ഈ കൊലയുടെ ഉപകരണമാവാൻ ഊർജം നൽകിയതാര്? ഗാന്ധിയെ കൊല്ലുമെന്ന് പരസ്യമായി പറഞ്ഞതിൻ്റെ ഡോക്യുമെന്റ് നമ്മുടെ ആർക്കൈവ്സിൽ ഉള്ളത് പ്രശാന്ത്. പക്ഷെ അത് പ്രചരണമായില്ല. ബ്രത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, തത്വചിന്തകൻ സംസാരിക്കുമ്പോൾ അയാൾ 4 ചുമരുകളും ശ്രദ്ധിക്കുന്നു. കാരണം ചുമരിനൊക്കെ ചെവിയുണ്ട്. രക്ഷിതാക്കൾ വീടുകളിൽ സംസാരിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നു. ജർമ്മനിയിലെ നാസി കാലത്തെക്കുറിച്ചാണ്. കാരണം കുട്ടികൾ തങ്ങളെ ഒറ്റിക്കൊടുക്കുമോ എന്ന് രക്ഷിതാക്കൾ പേടിക്കുന്നു. അങ്ങനെ ഭയം നട്ടെല്ലിലൂടെ ഇരച്ചു കയറുന്ന ഒരു കാലത്ത് ഒരു കെട്ട തക്കാളിയെ എന്ന പോലെ ആ ഭയത്തെ അഴുക്ക് ചാലിലേക്ക് എടുത്തെറിയാൻ പാറ്റകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് കഴിഞ്ഞത്? അവിടെയാണ് മാവോ സേതുങ്ങിനെ ഞാൻ വീണ്ടും ഓർക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളാകും. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രാണനായ പ്രക്ഷോഭങ്ങൾ സർഗാത്മകമാവുകയാണെങ്കിലോ? അതാണ് ജന്തർ മന്ദറിൽ സംഭവിച്ചത്. അതായത് പ്രിയമാണ്, സൗഹൃദമാണ്, സ്നേഹമാണ് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നയിച്ചത്, സമരം നയിച്ചത്. ചിട്ടപ്പെടുത്തപ്പെട്ടൊരു സംഘടനയില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ചിട്ടപ്പെടുത്തപ്പെട്ട സംഘടനയുണ്ട്. ഏതാണ് ആ ചിട്ടപ്പെടുത്ത സംഘടന? അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അവരൊരു ദിവസം പെട്ടെന്ന് വെളിപാടുണ്ടായിട്ട് ജന്തർ മന്ദറിൽ വന്ന് സമരം ചെയ്തതൊന്നുമല്ല. ആ സമരം ചെയ്യുന്നതിന് മുമ്പേ SFI, AISF, ഐസ, അംബേദ്കറിസ്റ്റുകൾ ഉൾപ്പെടെ വ്യത്യസ്ത കാഴ്ചപ്പാട് പുലർത്തുന്ന നിരവധി സംഘടനകളുമായി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് സമരത്തിനൊരു രൂപം നൽകിയതിനു ശേഷമാണ്, അല്ലാതെ വെളിപാടുണ്ടായിട്ട് വന്ന് തുള്ളിക്കളിച്ച് പത്രത്തിൽ 2 ഫോട്ടോ വരുത്തി പിരിഞ്ഞു പോകാനല്ല അവരുടെ പദ്ധതി. അവർ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതിന് ഊർജം പകർന്നത് ഞാൻ സൂചിപ്പിച്ചു. നിരവധി സംഭവങ്ങൾ അതിലുണ്ട്. 2014 മുതൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനായത്ത വിരുദ്ധതയിൽ വെറും ചോദ്യപേപ്പർ ചോർച്ചയല്ല, ജനാധിപത്യത്തിന്റെ ചോർച്ച, മതനിരപേക്ഷതയുടെ ചോർച്ച, മാനവികതയുടെ ചോർച്ച
ഏത് സമരം വന്നാലും ഇന്ത്യ പാകിസ്ഥാൻ കളി, ഹിന്ദു മുസ്ലിം കളി, മതം വെച്ച് കളിച്ചിട്ട് സമരങ്ങളെ മുഴുവൻ മറിച്ചിടുന്ന ഫാസത്തിന്റെ തന്ത്രം അതൊക്കെ അവർ കാണുന്നുണ്ട്. അതിനെയാണ് അവർ പൊളിച്ചത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, വെറും ചോദ്യപേപ്പർ ചോർച്ചയല്ല, മതനിരപേക്ഷ ജനായത്ത മൂല്യങ്ങളുടെ ചോർച്ചയ്ക്കെതിരെയാണ്. വെറും വെളിപാടിൽ നിന്നല്ല, 2014 ഇന്ത്യൻ അവസ്ഥ കണ്ട് വിങ്ങലനുഭവിക്കുന്ന, വേവലാതി കൊള്ളുന്ന ഒരു ജനതയുടെ വികാര വിചാരങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള ഒരവസരമൊരുക്കി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 10,000-കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. സമര വളണ്ടിയർമാർ അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടില്ല. 10,000-കണക്കിന് മനുഷ്യർക്ക് അവരുടെ പ്രഭാത കൃത്യങ്ങളെക്കുറിച്ച് വേവലാതി ചെയ്യേണ്ടി വന്നില്ല. ഗുരുദ്വാരകൾ തുറന്നു വെച്ചു, എല്ലാ ആരാധനാലയങ്ങളും തുറന്നു വെച്ചു, വീടുകൾ തുറന്നു വെച്ചു. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നുണ്ട് ഈ ഫാസിസ്റ്റ് ഭീകരതക്കെതിരെ രൂപപ്പെടുന്ന എല്ലാ സമരങ്ങളെയും പലതരത്തിൽ പരാജയപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ ഞാൻ വിചാരിക്കുന്നു 3 സമരങ്ങളാണ് ലോകം ശ്രദ്ധിച്ച സമരങ്ങൾ. അതിലൊന്ന്, ആ സമരത്തെക്കുറിച്ച് പ്രത്യേകം ഈ കൂട്ടത്തിൽ പറയണം. കാരണം ആ സമരത്തെയും CJP ഓർമ്മിച്ചു. അഭിജിത്ത് പറഞ്ഞു, എൻ്റെ പേര് അഭിജിത്ത് ദീപക് എന്നതിന് പകരം അഭിജിത്ത് ഖാലിദ് എന്നായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിലിലായിരുന്നു. ആ പറച്ചിലിൽ അയാൾ ഓർമ്മിച്ചത് പൗരത്വ പ്രക്ഷോഭത്തിൽ ജയിലിലടക്കപ്പെട്ട ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, അവരൊക്കെ ഇപ്പോഴും തടവിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ സമരം ഇവിടെ അവസാനിച്ചു എന്നും എല്ലാതരം സമര ഒത്തുതീർപ്പുകളും ഫാസിസ്റ്റുകൾ അംഗീകരിക്കുമെന്നും നമ്മൾ കരുതാൻ പാടില്ല. ഇതിനു മുമ്പ് ഇന്ത്യയിൽ എത്രമാത്രം സമരം നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നത് രാജ്യത്തിനെതിരെയുള്ള സമരമായി അവതരിപ്പിക്കുന്ന രീതിയാണ്. അവിടെയാണ് 2013 മുസഫർ നഗർ കലാപം. ഈ കലാപത്തിൽ അതുവരെ ഈ മുസഫർ നഗറിൽ ജാട്ട് കർഷകരും മുസ്ലിം കർഷകരും, ഈ കർഷകരാണെങ്കിൽ തന്നെ പല കാര്യങ്ങളിൽ അവർ ഐക്യപ്പെടേണ്ടി വരും. ഇനി കർഷകരൊന്നും ആവണ്ട, ഏത് പ്രദേശത്തെ മനുഷ്യരാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് പാർട്ടിയിലാണെങ്കിലും, ഒരു പാർട്ടിയിലല്ലെങ്കിലും ആ പ്രദേശത്ത് ജീവിക്കണമെങ്കിൽ പലതരത്തിലുള്ള സഹകരണം ആവശ്യമായി തീരും. സഹകരണത്തിൻ്റെ ഒരദൃശ്യ ഭൂമിയിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും സഹകരണമുണ്ട്. മുസഫർ നഗറിലും നല്ല സഹകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സഹകരണത്തെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ പൊളിച്ചു. അങ്ങനെ അതുവരെ ഹരഹര മഹാദേവയും അല്ലാഹു അക്ബറും ഒരുമിച്ചായിരുന്നു. അത് രണ്ടായി, തമ്മിലടിക്കാനുള്ളതായി. ഇതാണ് 2013 മുസഫർ നഗർ കലാപം. എന്നാൽ ഇതേ മുസഫർ നഗർ കലാപത്തിൽ ഫാസിസ്റ്റുകൾ ഭിന്നിപ്പിച്ച ജനത കർഷക സമരത്തിൽ ഒന്നിച്ചു. നികേഷ് ടിക്കായത്ത് കിസാൻ മഹാമോർച്ചയുടെ മഹാസമ്മേളനത്തിൽ വിളിച്ചു കൊടുത്തു, ഹരഹര മഹാദേവ അല്ലാഹു അക്ബർ. ആ 2 മുദ്രാവാക്യവും ഒരേ വേദിയിൽ എല്ലാ വിഭാഗക്കാരും വിളിച്ചു. ഇത് ഇന്ത്യയെ ലോകം ശ്രദ്ധിച്ച ഇന്ത്യൻ സമരമാണ്. 3ാമത്തെ ഇന്ത്യൻ സമരമാണ് സത്യത്തിൽ. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ നിരവധി സമരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഊർജം. പക്ഷേ വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു സമരമാണ് സത്യത്തിൽ. ഈ സമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സംഘടനയില്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ശരിയാണ്. ഈ സംഘടനയുടെ സാധ്യത സൗഹൃദത്തിൻ്റെയും പരസ്പരമുള്ള ചേർത്ത് നിൽപ്പിൻ്റെതുമായിരുന്നു. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഭക്ഷണം സൗജന്യമായി നൽകിയ സംഘപരിവാറുകാർ ആളുകൾ ബിരിയാണി തിന്നു, ബർഗർ തിന്നു. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതോ ജോർജ് സോറാസ് എന്ന് പറയുന്ന ഒരു വലിയ മില്യനെയർ, ഇന്ത്യാവിരുദ്ധനായ കോടീശ്വരൻ, അയാൾ പൈസ പമ്പ് ചെയ്തതാണ്. ഇത് ഈ നാട്ടിലെ മനുഷ്യർ ആണ്. പിന്നെ ബിരിയാണി തിന്നാൻ പാടില്ല, ബർഗർ തിന്നാൻ പാടില്ല സമരം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളത് എവിടുത്തെ നിയമമാണ്? പിന്നെ സംഘപരിവാറുകാർക്ക് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പരിഭ്രമം ഉണ്ടായിത്തീരുന്നുണ്ട്. അത് മേവാത്തിലൊക്കെ
ഹരിയാനയിലെ മേവാത്തിലൊക്കെ ബിരിയാണി കടകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്, അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഈ സമരം വന്നപ്പോൾ, CJPയുടെ സമരം വന്നപ്പോൾ സൗജന്യമായി ഭക്ഷണം നൽകിയ ഒരു വളണ്ടിയർ, ആ വളണ്ടിയറെ കാണാൻ ഗാസിയാബാദിൽ നിന്നൊരു അമ്മ വരുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു ദൃശ്യമാണ്. അവർ സിറാജുദ്ദീനെ കെട്ടിപ്പുണരുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. ഐക്യത്തിൻ്റെ വൻ ചിത്രങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇന്ത്യ പാക് കളി ഇന്ത്യൻ ഫാസിസത്തിന്റെ ഭിന്നിപ്പിക്കൽ ശ്രമത്തെ പൊളിച്ച ഒരു സമരമാണ്. ഈ സമരത്തിൽ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്. സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ളവരുടെ മക്കൾ പോലും ഉണ്ട്. ആളുകൾ തമ്മിലുള്ള വലിയൊരു ഇഴയെടുപ്പ്, അതിലെല്ലാവരും പെട്ടു. വിവിധ പാർട്ടിയിൽപ്പെട്ടവർ, ഒരു പാർട്ടിയിലും പെടാത്തവർ, ഇതുവരെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തവർ, അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ അതിമഹത്തായ ഒരു സമരം എന്ന അർത്ഥത്തിലാണ്. അതിൽ ഉന്നയിക്കപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, പലതരത്തിലുള്ള തൊഴിലില്ലായ്മയിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഏറ്റവും വിദ്യാസമ്പന്നരായ, നിരവധി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആളുകൾക്ക് തൊഴിലില്ല. വിദഗ്ധരായ തൊഴിലാളികൾക്ക് പലർക്കും തൊഴിലില്ല. പലരും പിരിച്ചുവിടപ്പെടുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണം, വെറുപ്പുൽപാദനം അവസാനിപ്പിക്കണം. ഞാൻ തുടങ്ങിയത് ഹോമോസാപ്പിയൻസ്, ഹോമോ ഇക്കണോമിക്കസ് ആയി തീരുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹോമോ എംപതിക്കസ് എന്ന സഹാനുഭൂതർ എന്നൊരു പുതിയ വിഭാഗമാണ് ഈ സമരത്തിൻ്റെ വിജയമായി തീർന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എംപതി എന്ന് നമ്മൾ സാധാരണ പറയുന്ന സഹാനുഭൂതി, ഹോമോ എംപതിക്കസ്, സഹാനുഭൂതർ. ജന്തർ മന്ദറിലെ പുതിയ മനുഷ്യരെ സഹാനുഭൂതർ എന്നോ ഹോമോ എംപതിക്കസ് എന്നോ വിളിക്കേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആ അർത്ഥത്തിൽ അവർക്ക് ഒരു പരിചയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, നമ്മൾ ജനായത്തവാദികൾ പൂക്കസ പോലും ഒരു സമരം നടത്തുമ്പോൾ നമ്മൾ ഇവിടുന്ന് വാഹനത്തിൽ സംഘടന ഒരു വാഹനം ഏൽപ്പിക്കും. ആ വാഹനം 9 മണിക്ക് പുറപ്പെടും. ആളുകൾ 9 മണിക്ക് വരണം. ആ യൂണിറ്റിൽ നിന്ന് 10 ആള്, ഈ യൂണിറ്റിൽ നിന്ന് 5 ആള്, ഇങ്ങനെയൊക്കെ വളരെ ചിട്ടയായിട്ടാണ്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു ആവശ്യം പറയുകയാണ്. ഓരോരുത്തരും അവരുടെ ചെലവിൽ അവർക്ക് കിട്ടിയ വാഹനത്തിൽ, ബസ്സിലോ കാറിലോ തീവണ്ടിയിലോ വിമാനത്തിലോ ഏതിലും കയറിയിട്ട് ഈ സ്ഥലത്ത് എത്തുകയാണ്. ആർക്കും ഒരു പരിചയമില്ല. പിന്നെ സമരത്തിൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണമെന്നും കൂട്ടായ ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ തന്നെ അതിൻ്റെ അടിസ്ഥാന ഘടന നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനു മുകളിൽ സംവാദത്തിനുള്ള ഒരു തുറവി അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിന് സാർവദേശീയ മാനം നൽകിയ മറ്റൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, സോനം വാങ്ചുങ്ങിൻ്റെ നിരാഹാരമാണ്. ഈ സമരം തീർത്തും സമാധാനപരമായി നടന്ന ഒരു സമരമാണ്. പക്ഷേ ഞാൻ കൗതുകത്തോടെ ഓർക്കുന്നത്, കൗതുകമെന്ന് ഞാൻ പറയാൻ കാരണം, പെല്ലറ്റ് എന്ന് പറയുന്നത്, പെല്ലറ്റ് വിദ്യാർത്ഥി സമരത്തിൽ ഡൽഹിയിൽ പ്രയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. പെല്ലറ്റ് എന്ന ഈ ഗൺ, നൂറുകണക്കിന് തിരകളുള്ള ഈ ഗൺ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് കൗതുകം എന്ന് ഞാൻ പറയാൻ കാരണം, മലയാളത്തിൽ പല കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്ന മാഗസിൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിലൊരൊറ്റ മാഗസിന് മാത്രമേ പെല്ലറ്റ് എന്ന് പേരുള്ളൂ. അത് 2015 ബർണം കോളേജിൻ്റെ, തലശ്ശേരിയിലെ ബർണം കോളേജിൻ്റെ 125ാം മാഗസിനാണ്. അവിടുത്തെ കോളേജ് യൂണിയൻ, SFI നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ, അതിൻ്റെ മാഗസിൻ എഡിറ്റർ അതുലാണെന്ന് തോന്നുന്നു, അവരിറക്കിയ മാഗസിൻ്റെ പേരാണ് പെല്ലറ്റ്. ആ മാഗസിൻ ഞാൻ ഓർക്കാൻ കാരണം, ഞാൻ ഒരൊറ്റ പ്രസിദ്ധീകരണവും സൂക്ഷിക്കുന്ന ആളല്ല, പുസ്തകങ്ങൾ പോലും അങ്ങനെ പൂർണ്ണമായി സൂക്ഷിക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ പെല്ലറ്റ് മാത്രം സൂക്ഷിച്ചു. അത് ഞാൻ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തു. അതിൻ്റെ ചിത്രം ഞാൻ നോക്കി.
അനാഡംബരമായൊരു മാഗസിനാണ്. അതിൽ പെല്ലറ്റ് തറച്ചിട്ട് അന്ധത ബാധിച്ച ഒരാളുടെ ചിത്രം തുടങ്ങിയത്. 2015 പെല്ലറ്റ് ലോക വിഷയമായിട്ടില്ല. 2010 മുതൽ കാശ്മീരിൽ ചെറിയ തോതിൽ പെല്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ കാശ്മീരിൽ വ്യാപകമായി പെല്ലറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ബുർഹാൻ വാനി വധം, അത് കാശ്മീരിനെ ഇളക്കി മറിച്ച സംഭവമാണ്. 2016 പെല്ലറ്റ് ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കം കാശ്മീരിൽ അവിടുത്തെ ഭരണകൂടം സ്റ്റേറ്റ് പെല്ലറ്റ് ഉപയോഗിക്കുന്നതിനെതിരെ പകരം പ്ലാസ്റ്റിക് തരികൾ ഉപയോഗിക്കണം എന്നവർ പറയുണ്ടായി. എന്നാൽ 2016 ആംനസ്റ്റി ഇന്റർനാഷണൽ പെല്ലറ്റിനെതിരെ രംഗത്ത് വരുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രബുദ്ധമായൊരു വിദ്യാർത്ഥി സംഘടന 2015 പെല്ലറ്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും അതോടൊപ്പം ഒരു കാര്യം, ഹെജിമോണിക് നാഷണാലിസം, മേൽക്കോയ്മ ദേശീയത, എല്ലാവരെയും രാജ്യദ്രോഹികളായി ചാപ്പ കുത്തുന്നത് ഹെജിമോണിക് നാഷണാലിസമാണ്. ഒരുപക്ഷെ പെല്ലറ്റിനേക്കാൾ, ആണി തറച്ച ലാത്തിയേക്കാൾ ഏറ്റവും വലിയ ഇന്ത്യൻ ഫാസത്തിന്റെ ഉപകരണം ഹെജിമോണിക് നാഷണാലിസമാണ്. അത്ഭുതകരമായ കാര്യം, ഈ മാഗസിനിൽ ഹെജിമോണിക് ദേശീയതക്കെതിരെയുള്ള ചെറിയ ചില കുറിപ്പുകൾ അതും ഉണ്ട്. ഞാൻ ആ മാഗസിനൊക്കെ എടുത്തിരുന്നു, വിശദമായിട്ട് ആ മാഗസിനൊക്കെ നിവർത്തി ഒന്ന് വായിക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് പ്രസക്തമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, പെല്ലറ്റ് എന്നുള്ളത് സാർവദേശീയമായി ഉപയോഗിക്കുന്നതിനെതിരെ ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ വാച്ച് ഉൾപ്പെടെയുള്ള മാനവിക സംഘടനകളും മുന്നറിയിപ്പ് നൽകുകയും അതിന് പകരം ബദലായി എന്തുപയോഗിക്കാം എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പെല്ലറ്റിൻ്റെ? ഈ പെല്ലറ്റേറ്റ് അന്ധത വന്ന അറിയപ്പെടുന്ന കേസുകൾ തന്നെ ഇപ്പം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കാശ്മീരിലൊക്കെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ പെല്ലറ്റ് ബ്ലൈൻഡ്നെസ്, പെല്ലറ്റ് അന്ധത എന്നൊരു പുതിയ രോഗം. പെല്ലറ്റ് തറച്ചിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർ. കാശ്മീരിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ശരീരമാകെ പെല്ലറ്റ് തറച്ചവർ ആശുപത്രിയിൽ പോയാൽ അവർ ഭീകരരാവും, കുറ്റവാളികളാവും. അതുകൊണ്ട് അവർ ആശുപത്രിയിൽ പോവില്ല. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇതാണ് ഈ സമരങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. അവിടെ പെല്ലറ്റ് ഡോക്ടേഴ്സ് എന്ന പേരിൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും മെഡിക്കൽ കോളേജിൽ പോയി MBBS ക്ലാസ്സായിട്ടാണ്, എവിടെയും പോയിട്ടില്ല. അവർ സ്വയം വീടുകളിൽ ചെന്ന് പെല്ലറ്റ് അങ്ങ് കീറിയെടുക്കാൻ തുടങ്ങി. പഠിച്ചിട്ടൊന്നല്ല. കാരണം പെല്ലറ്റ് തറച്ചവർ ഹോസ്പിറ്റലിൽ പോയാൽ വേദനയും സഹിക്കണം, കുറ്റവാളിയാവും. അതുകൊണ്ട് അവരെ പോവില്ല, ചലം വന്ന് വീട്ടിലിരിക്കും. ഇത് മനസ്സിലാക്കി ഒരു വിഭാഗം യുവാക്കൾ അത് കീറിയെടുക്കുന്നത് പരിശീലിച്ചു. ഇത് പരിശീലിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പെല്ലറ്റ് ഡോക്ടേഴ്സ്, പെല്ലറ്റ് ബ്ലൈൻഡ്നെസ്, ഞാൻ പറയുന്നത് യന്ത്രമന്നുള്ള സമരത്തിൽ പെല്ലറ്റ് ഉപയോഗിച്ചു. പിന്നെ ഹെജിമോണിക് നാഷണാലിസം, ഇത് രണ്ടുമാണ് ഏറ്റവും ഭീകരമായ ആയുധങ്ങളായിട്ട് പ്രയോഗിച്ചുള്ളത്. അത്ര വലിയ മർദ്ദനമാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഇപ്പം പറയുന്നത് 3782 ക്രിമിനലുകൾ ആണ് ഈ സമരത്തിൽ പങ്കെടുത്തു എന്നാണ് ഡൽഹി പോലീസിന്റെ കണക്ക്. എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളും ആന്റി നാഷണലുകളും നടത്തിയൊരു സമരമാണിത്. ഇന്ത്യ വിരുദ്ധ ശക്തി പണം നൽകി ഇതിനെ ചൈനീസ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നല്ല, ചൈനീസ് ജനതാ പാർട്ടി എന്നാണ് വിളിക്കേണ്ടത്. കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്നാണ് വിളിക്കേണ്ടത് എന്ന് അഡ്വക്കേറ്റ് രാംകുമാർ, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വക്കീലാണ്. പക്ഷേ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയാണ്, ഇത് കോക്രോച്ച് അല്ല, ചൈനീസ് ജനതാ പാർട്ടിയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ രീതി മാധ്യമങ്ങൾ ഈ സമരത്തെ പല രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. സമരം വിജയിച്ചപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ ചിലത് അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഈ സമരം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ച. ഈ സമരം എറിഞ്ഞുടച്ചത് ഭയത്തിൻ്റെ കോട്ടകളാണ്.